നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ VS സുജിത്തിനെ സന്ദർശിക്കുന്നതിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പിന്മാറി. വ്യാഴാഴ്ച രാവിലെ 10:45-ന് സുജിത്തിനെ സുരേഷ് ഗോപി സന്ദർശിക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് സന്ദർശനം റദ്ദാക്കിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ സന്ദർശനം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന തിരിച്ചറിവിലാണ് BJP നേതൃത്വം ഇടപെട്ട് സന്ദർശനം റദ്ദാക്കിയതെന്നാണ് കരുതുന്നത്. കൂടാതെ കഴിഞ്ഞ കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ BJP അംഗം ബിനു പ്രസാദ് നടത്തിയ വെളിപ്പെടുത്തൽ BJP നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു. BJPയുടെ മുൻ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ആനായ്ക്കൽ സ്വദേശിക്ക് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സമാനമായ രീതിയിൽ ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ 10 ലക്ഷം രൂപ വാങ്ങി നേതൃത്വം ഒത്തുതീർപ്പാക്കിയെന്നായിരുന്നു ബിനു പ്രസാദിന്റെ വെളിപ്പെടുത്തൽ. ഇതോടെ BJP നേതൃത്വം പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി സന്ദർശനത്തിൽ നിന്നും പിന്മാറുന്നതിന് ഇടയാക്കിയത്. സനാബിൾ ഗ്രൂപ്പ് ദുബായിയും ഇൻകാസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് പുത്തംകുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ദിനകല രാധാകൃഷ്ണന്റെ വീടിന്റെ താക്കോൽദാനം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം KPCCയുടെ 1000 വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കടവലൂർ പഞ്ചായത്തിലെ ആൽത്തറ കൊടമുക്കിൽ പൂർണ്ണചന്ദ്ര ഭവൻ നിർമ്മിച്ചു നൽകിയത്. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നാസർ കല്ലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യാതിഥി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, കോൺട്രാക്ടർ ജയനെ ആദരിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, മുൻ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MM മഹേഷ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഷക്കീർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വീടിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ വീട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും KPCCയുടെ ഒരു തീരുമാനം നടപ്പിലാക്കുവാൻ അതിന് ആർജവത്വം കാണിച്ച ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക. അതുപോലെ തന്നെ എൻ്റെ പിതാവിൻ്റെ സ്മരണയിലാണ് നിങ്ങൾ ഈ വീട് കൊടുക്കുന്നത് എന്നറിയുന്നതിലും അതിയായ സന്തോഷം. അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ആൾക്കാരെ സഹായിക്കുന്നതിന് മാത്രമാണ് അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹത്തിന് പേര് വരുന്നതിനൊട്ടും താല്പര്യമില്ല. അദ്ദേഹം കാരണമാണ് ഞാനിവിടെ എത്തിയത്. അല്ലെങ്കിൽ ഞാൻ പതുക്കെ ഒന്ന് MLA ഏൽപ്പിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും പരിപാടികളുണ്ട്. ഒപ്പം ഒരു വീടിന് ഞങ്ങൾ കൊടുത്ത പുതുപ്പള്ളിയിൽ കൊടുക്കുന്ന ഒരു വീടിൻ്റെ പാലുകാച്ചിലുണ്ട്. അതിന് അനുബന്ധിച്ച് പല പരിപാടികൾ മണ്ഡലത്തിലുള്ള ദിവസം കൂടിയാണ്. കേരളത്തിൽ ഇപ്പോൾ പോലീസ് രാജാണ് നടക്കുന്നതെന്ന് ചാണ്ടി ഉമ്മൻ MLA. പെരുമ്പിലാവ് ആൽത്തറ തലപ്പള്ളിപ്പറമ്പിൽ പരേതനായ ദിനകല രാധാകൃഷ്ണന് KPCC നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. പോലീസ് രാജ് അവസാനിക്കുന്നത് എന്തിലായിരിക്കുമെന്ന് ചരിത്രവും സമകാലീന സംഭവങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ജനങ്ങളെ മാനിച്ച് സർക്കാർ പ്രതിനിധികൾ പ്രവർത്തിക്കണം. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട എന്ന് അഭിസംബോധന ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകുകയാണ് വേണ്ടതെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി സർക്കുലർ ഇറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ മാനിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ, സർക്കാർ പ്രതിനിധികൾ എല്ലാവരും പ്രവർത്തിക്കണം. ഇതിനകത്ത് വ്യക്തമാണ്. ഇന്നലെ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ബഹുമാനപ്പെട്ട ചേർക്കണമെന്ന്. ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഇവിടെ ഗവൺമെൻറ് ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട മന്ത്രിമാരെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി സർക്കാർ ഒരു സർക്കുലർ ഇറക്കണം. ബഹുമാനപ്പെട്ട സഹോദര, ബഹുമാനപ്പെട്ട സഹോദരി എന്ന് വിളിക്കുവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. പോലീസ് പീഡനത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന സമരം കോൺഗ്രസുകാർക്ക് വേണ്ടി മാത്രമല്ല സാധാരണക്കാർക്കും വേണ്ടിയാണെന്ന് UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. കുന്നംകുളം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും എതിർ പാർട്ടിയിൽപ്പെട്ടവരെ ക്രൂരമായി മർദ്ദിക്കാൻ നിർദ്ദേശം നൽകുന്നതും CPM നേതൃത്വവും LDF സർക്കാരുമാണ്. പല CPM നേതാക്കളും പോലീസ് സ്റ്റേഷനുകളിൽ ഇടനിലക്കാരായി നിന്ന് കമ്മീഷൻ പറ്റുന്നവരാണ്. ഇതിന്റെ ഫലമായി സാധാരണക്കാർക്ക് പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത അവസ്ഥയാണെന്നും കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും TV ചന്ദ്രമോഹൻ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ ഏറ്റവും അധികം, ഞാൻ പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമില്ല, ഏറ്റവും അധികം മാനസിക പ്രയാസം അനുഭവിക്കുന്നത് പോലീസുകാരാണ്. അത്രയേറെ തെറ്റായ കാര്യങ്ങൾ അവരെ കൊണ്ട് ലോക്കൽ സഖാക്കന്മാരും
ഗവൺമെൻറ്റും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ഭരണകക്ഷിയുടെ നേതൃത്വം പറഞ്ഞനുസരിച്ച് തല്ലുക മാത്രമല്ല, അത് ഒത്തുതീർപ്പാക്കി കൊടുക്കേണ്ട ചുമതലയും പണം വാങ്ങിച്ച് പാർട്ടിയെ ഏൽപ്പിക്കേണ്ട ചുമതലയും കൂടി ഒരാളെ ഏൽപ്പിച്ചാൽ എങ്ങനെയിരിക്കും? കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VS സജിത്, ബിജോയ് ബാബു, എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സഫീന അസീസ്, കർഷക കോൺഗ്രസ് പ്രസിഡന്റ് PK വിനയകുമാരൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MM നിഷാദ്, ഷറഫുദ്ദീൻ പന്നിത്തടം, ഫ്രെഡി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. 2025 ഗുരുവായൂർ ദേവസ്വം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം പ്രശസ്ത പഞ്ചവാദ്യം തിമില കലാകാരൻ പെരിങ്ങോട് ചന്ദ്രനെ സമ്മാനിക്കും. 55,555 രൂപയും ശ്രീ ഗുരുവായൂരപ്പന്റെ രൂപം മുദ്രണം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ പതക്കവും ഫലകവും പ്രശസ്തിപത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 14 വൈകിട്ട് 5 മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ പുരസ്കാരം നൽകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, പ്രശസ്ത വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, ഡോക്ടർ TK നാരായണൻ എന്നിവർ ഉൾപ്പെട്ട ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാര നിർണയ സമിതിയാണ് പെരിങ്ങോട് ചന്ദ്രനെ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്തത്. തുടർന്ന് ദേവസ്വം ഭരണസമിതി യോഗം ശുപാർശ അംഗീകരിച്ച് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണിയുടെ ഭാഗമായുള്ള ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണാവതാരം കഥ വരുന്ന രീതിയിലാണ് വർഷം തോറും നടത്തിവരുന്ന പാരായണം ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ എന്നിവർ യജ്ഞാചാര്യന്മാരെ ആചാര്യവരണം നടത്തി. തുടർന്ന് മാഹാത്മ്യ പാരായണം നടന്നു. ദിവസവും രാവിലെ 5 മണി മുതൽ പാരായണം, 11-നും ഉച്ചയ്ക്ക് 1 മണിക്കും പ്രഭാഷണം എന്നിവ ഉണ്ടാകും. അഷ്ടമിരോഹിണി ദിനമായ സെപ്റ്റംബർ 14 ഞായറാഴ്ച രാത്രി ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്യും. സെപ്റ്റംബർ 17 ഉച്ചയ്ക്ക് 12 മണിക്ക് സപ്താഹയജ്ഞ സമർപ്പണം നടക്കും. ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്ത പുന്നയൂർകുളത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ബഡ് സ്കൂൾ കാടുപിടിച്ച നിലയിൽ. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് മന്ത്രി R ബിന്ദു പുന്നയൂർകുളം ചമ്മന്നൂരിൽ ബഡ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. മെയ് മുതൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസമായിട്ടും സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഉപയോഗമില്ലാത്തതിനാൽ സ്കൂളിന്റെ പരിസരം പാഴ്പുല്ലുകൾ പടർന്ന് കാടുപിടിച്ച അവസ്ഥയിലാണ്. മുൻവശത്തെ ജനലുകൾ തകർന്നിട്ടുണ്ട്. ജനലുകൾ തുറന്ന് കിടക്കുന്നതിനാൽ കെട്ടിടത്തിനുള്ളിലേക്ക് മരപ്പട്ടി, വവ്വാലുകൾ തുടങ്ങിയവ കയറിയിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. നാഷണൽ റർബൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഫർണിച്ചർ, കുട്ടികൾക്കുള്ള ഉപകരണങ്ങൾ എന്നിവയ്ക്കായി കുടുംബശ്രീ ജില്ലാ മിഷൻ 25 ലക്ഷവും ചുറ്റുമതിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്നിവയ്ക്കായി 20 ലക്ഷം രൂപ പഞ്ചായത്തും വകയിരുത്തിയിട്ടുണ്ട്. ഇതിൽ ഫർണിച്ചറുകളും കുട്ടികൾക്കുള്ള ചില ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട്. ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടില്ല. 4 വർഷം മുമ്പാണ് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കോസ്റ്റ് ഫോർഡാണ് നിർമ്മാണ ചുമതല. ഇടയ്ക്ക് വെച്ച് പലതവണ നിർമ്മാണം നിർത്തിവെച്ചിരുന്നു. 2023 ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് പഞ്ചായത്തിന് അവാർഡ് ലഭിക്കുന്നത്. ബഡ്സ് സ്കൂളിന്റെ നിർമ്മാണം കൂടി അവാർഡ് പരിഗണിക്കുന്നതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പുന്നയൂർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് കുടുംബസംഗമവും സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഹോമിയോ മെഡിക്കൽ ക്യാമ്പിന് പ്രശസ്ത ഹോമിയോ ഡോക്ടർമാരായ ഡോക്ടർ ജമാലുദ്ദീൻ, ഡോക്ടർ മിസിരിയ എന്നിവർ നേതൃത്വം നൽകി. മോട്ടിവേഷൻ സ്പീക്കർ ഷഫിദ തസ്നി ഹാപ്പിനെസ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ചടങ്ങിൽ അർഹരായ 100ഓളം പേർക്ക് കിറ്റ് വിതരണവും നടത്തി. മരുന്ന് വിതരണത്തിന് കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, ഡോക്ടർ മിസിരിയ, അബൂബക്കർ പാറയിൽ എന്നിവർ നേതൃത്വം നൽകി. വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, സഫിയ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനായി പോർക്കുളം പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നടത്തി. കരുവാൻപടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ നടത്തിയ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഖില മുകേഷ്, KC കുഞ്ഞൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും രക്ഷിതാക്കളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ICDS ചെയർപേഴ്സൺ അനിത, അങ്കണവാടി അധ്യാപകർ, ഹെൽപ്പർമാർ എന്നിവർ നേതൃത്വം നൽകി. കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാവർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു.
പ്രത്യേകമായ ക്ലിനിക്കുകൾ നടത്തി, ക്യാമ്പുകൾ നടത്തി, എന്തൊക്കെ കുറവുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പ്രധാന പ്രശ്നങ്ങളെന്ന് നമ്മൾ ഡോക്ടർമാരുടെ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 8 ദശാബ്ദങ്ങളിലായി കായിക മേഖലയിലെ പെരുമ നിലനിർത്തി വരുന്ന സർക്കാർ വിദ്യാലയമായ പത്മശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാട് മൂക്കുതല ദേശത്തിനായി സമർപ്പിച്ച വിദ്യാലയം മറ്റൊരു ചരിത്രമാറ്റത്തിന് ചുവടുവയ്ക്കുന്നു. അക്കാദമിക ഭൗതിക സാഹചര്യങ്ങൾ പൂർണ്ണമായി നവീകരിക്കപ്പെട്ട പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച 200 മീറ്റർ സിന്തറ്റിക് ടർഫിന്റെയും നാച്ചുറൽ ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം നടന്നു. എനിക്കറിയാം, ആ 2006 പാലോടി ഉമ്മൻചാണ്ടി സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഞാനും വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ടായിരുന്നു. പിന്നീട് ശ്രീരാമകൃഷ്ണൻ എം.എൽ.എ. ആയ സമയത്ത് ഇവിടെ പന്തൽ കുറിച്ചിട്ട് ഞാനിവിടെ പന്തൽ കുറിച്ചിട്ട് എന്നെ കിട്ടുന്നതിൻ്റെ പണി നമ്മുടെ പന്തലിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി ഫണ്ടുകൾ നമ്മുടെ പ്ലാൻ ഫണ്ട്, സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്തല സൗകര്യം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് ഒതുക്കാൻ നമുക്ക് കഴിഞ്ഞു. പിന്നെയും വൈകിപ്പോയി, ഇത്രയും വൈകേണ്ട ആവശ്യമില്ല. സാധാരണ എന്നോ പരിഗണിക്കേണ്ടതാണ്. പല സാങ്കേതിക കാരണങ്ങളെ കൊണ്ടും അത് വൈകിപ്പോയി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പൊന്നാനി എം.എൽ.എ. പി നന്ദകുമാർ സിന്തറ്റിക് ടർഫിന്റെയും നാച്ചുറൽ ഫുട്ബോൾ ടർഫിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കവിയും തിരക്കഥാകൃത്തും സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ് നാസർ, നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ.പി. പ്രവീൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻഷ സുനിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും PTA പ്രസിഡന്റുമായ മുസ്തഫ ചാലുപറമ്പിൽ, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VV കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നാച്ചുറൽ ടർഫിൽ സജ്ജീകരിച്ച ഗോൾ പോസ്റ്റിലേക്ക് ലഹരിക്കെതിരെ എന്ന സന്ദേശത്തിൽ MLA പി നന്ദകുമാർ ഗോൾ സ്കോർ ചെയ്തു. ഈ വർഷത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിംഗ് അർഹത നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് നിതാഷ്, സംസ്ഥാന ജൂനിയർ മീറ്റിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ TV തുഷാര എന്നിവരെ ആദരിച്ചു. പ്രദേശത്തെ കായിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേരും നാട്ടുകാരും കായിക പ്രേമികളും പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി ബാലഗോകുലം പൊന്നിയൂർക്കുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനം സെപ്റ്റംബർ 14-ന് വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ പൊന്നിയൂർക്കുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 101-അംഗ സ്വാഗത സംഘം രൂപീകരിച്ച് വിവിധ പരിപാടികളാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്നത്. പൊന്നിയൂർക്കുളം, പുന്നയൂർ, വടക്കേക്കാട്, കാട്ടകമ്പാൽ എന്നീ പഞ്ചായത്തുകളിൽ 40ഓളം ശോഭായാത്രകൾ, 10 സ്ഥലങ്ങളിൽ ഗോപൂജ, ഉറിയടി മത്സരം, കലാവിജ്ഞാന മത്സരം എന്നിവയും അന്നേ ദിവസം ആൽത്തറ ഗോവിന്ദപുരം ക്ഷേത്രത്തിൽ രാവിലെ 8 മണി മുതൽ രമണി അശോകൻ നാലപ്പാട്ടിൻ്റെ നേതൃത്വത്തിൽ ജ്ഞാനപ്പാന പാരായണവും ഉണ്ടായിരിക്കും. ശോഭയാത്രകളിൽ 5000-ലധികം കൃഷ്ണ, രാധിക, കുചേലവേഷം ധരിച്ച ഉണ്ണികളും സ്വാഗത സംഘം അംഗങ്ങളും കേരളീയ വസ്ത്രം ധരിച്ച അമ്മമാരും അണിനിരക്കും. കൂടാതെ ഗോപികാ നൃത്തം, ഭജന, നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയിലുണ്ടായിരിക്കും. ബാലഗോകുലം തൃശൂർ റവന്യൂ ജില്ലാ ഉപാധ്യക്ഷൻ KM പ്രകാശൻ, സ്വാഗത സംഘം ചെയർമാൻ TV ശ്രീനിവാസൻ, ട്രഷറർ MG സുരേഷ്, രക്ഷാധികാരി ചന്ദ്രൻ മാങ്കുഴി, താലൂക്ക് സെക്രട്ടറി KA മധു, താലൂക്ക് സഹകാര്യദർശി KB അനിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭാ കൗൺസിലറും CPM നേതാവുമായിരുന്ന NV സോമനെ അനുസ്മരിച്ചു. ചാവക്കാട് ബേബി റോഡ് ജംഗ്ഷനിൽ CPM മണത്തല ലോക്കൽ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ അധ്യക്ഷനായി. DYFI ജില്ലാ കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, KV ശശി, കരിമ്പൻ സന്തോഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിലെ സൃഷ്ടിപരതയും കലാപരമായ കഴിവുകളും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി എംബറേഴ്സ് ക്ലബ്ബ് ചിത്രരചനാ മത്സരം നടത്തുന്നു. LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി പഴഞ്ഞി MD കോളേജിൽ വെച്ചാണ് സെപ്റ്റംബർ 13-ന് നിറക്കൂട്ടം 2025 എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് പ്രൈസും നൽകും. ശനിയാഴ്ച രാവിലെ 10 മുതൽ 12:30 വരെ നടക്കുന്ന മത്സരത്തിൽ
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9495 528131 9495 882030 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു. ചാലിശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിൽ GCC ക്ലബ്ബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. GCC അംഗങ്ങളോടൊപ്പം ഫുട്ബോൾ, വോളിബോൾ അക്കാദമിയിലെ കുട്ടികളും പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. ചടങ്ങിൽ AIFFD ലൈസൻസ് നേടിയ ആശിലിനെ ആദരിച്ചു. GCC പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ ഇക്ബാൽ, മുതിർന്ന അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 133 രൂപ. ചരമം: അഞ്ഞൂർ പുലിക്കോട്ടിൽ സണ്ണി ഭാര്യ മേഴ്സി നിര്യാതയായി. 52 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. സൗമ്യ, ഷാൻഡി, നവീൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.